എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയകളും മനഃപൂർവ്വം മുക്കിയൊരു വാർത്ത, അതീവ ഗൗരവമുള്ളൊരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വാർത്ത എന്താണെന്ന് പരിശോധിക്കാം. BJPയുടെ ഏകദേശം 37ഓളം MPമാർ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ഏജൻസിയുടെ സ്വാധീന വലയത്തിൽ പെട്ടുവെന്നും ഇവർ ഉടൻ തന്നെ ഇന്ത്യ സഖ്യത്തിലോട്ട് വന്ന് അടുത്ത 6 മാസത്തിനുള്ളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ വരും എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത്തരത്തിലുള്ളൊരു ചർച്ച നടക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചില സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൽ നിന്നാണ്. അപ്പോൾ ഈ UP, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില ലോക്കൽ മീഡിയകളും അവിടുത്തെ പ്രാദേശിക ചാനലുകളൊക്കെ ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ദേശീയ മാധ്യമങ്ങളും ഈ സോഷ്യൽ മീഡിയ വാർത്ത ഉദ്ധരിച്ചുകൊണ്ട് വലിയ രീതിയിലെ ചർച്ച ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഈ വാർത്തയെ അതീവ ഗൗരവമായി കാണുന്നില്ല എന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയാലും ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം വന്നതെന്ന് നമുക്കറിയാം. അതായത് അമേരിക്ക ഇന്ത്യയുടെ മേൽ താരിഫ് ഏർപ്പെടുത്തി. അതായത് അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതുകൊണ്ട് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പാടില്ല, അമേരിക്കയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങണം. അപ്പോൾ അങ്ങനെ റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണയും വാങ്ങുന്നു, ആയുധ സഹകരണം തുടരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങളുടെ പേരിൽ ഏകദേശം 50% താരിഫ് ഞങ്ങൾ ഏർപ്പെടുത്താൻ പോകുകയാണെന്ന്. ശരിക്കും അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിന് ആവശ്യം അതായിരുന്നില്ല. ശരിക്കും അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനിതക മാറ്റം വരുത്തിയ പല പ്രോഡക്റ്റുകളും, കാർഷിക പ്രൊഡക്റ്റുകളും ഡയറി പ്രൊഡക്ട്സുകളൊക്കെ ഇന്ത്യൻ വിപണിയിൽ ഏകദേശം 140 കോടി ജനങ്ങളുള്ള വലിയൊരു മാർക്കറ്റാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ. ആ മാർക്കറ്റിൽ വിറ്റഴിക്കണം. അതാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വലിയ ആവശ്യം. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ തന്നെ, അതായത് ഏകദേശം ഒന്നാം ട്രംപിൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ ഈ മോദിയും ട്രംപും തമ്മിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ അവസാന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യക്കാർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കൊക്കെ ഒരു കാര്യം മനസ്സിലായിരുന്നു. അതായത് ഇനി ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുമെന്നും അത്തരത്തിലുള്ള വിവരങ്ങൾ നേരത്തെ ഇന്ത്യക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷൻ്റെ സമയത്ത് തന്നെ, അതായത് ഏകദേശം ഒരു 6-7 മാസം മുന്നേ തന്നെ ട്രംപ് നയം വ്യക്തമാക്കിയിരുന്നു. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിൽ താരിഫൊക്കെ ഏർപ്പെടുത്തും, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള താരിഫ് ഏർപ്പെടുത്തുമെന്ന്. അപ്പോൾ ഈ ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി, ഇലക്ഷൻ്റെ സമയത്ത് വേണ്ടി കൂടുതലും പൈസ മുടക്കിയത് ഇങ്ങനെ ഈ ജനിതക മാറ്റം വരുത്തിയ ഈ കാർഷിക ഇതൊക്കെ നടത്തുന്ന അങ്ങനെയുള്ള റിസർച്ചിങ് കമ്പനികളൊക്കെ ഉണ്ട്, അതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഇതൊക്കെ കമ്പനികളുണ്ട്. അത്തരം കമ്പനികളാണ് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി കോടികൾ ഒഴുക്കിയത്. അപ്പോൾ അവരുടെ ഒരേ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, അവർ ജനിതക മാറ്റം വരുത്തി പുറത്തിറങ്ങുന്ന കാർഷിക വിളകളും ഡയറി പ്രൊഡക്ട്സും അങ്ങനെ ഭക്ഷ്യോൽപ്പന്നങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ ഇന്ത്യ എന്ന വലിയ മാർക്കറ്റ് തുറന്നു കിട്ടണവർക്ക്. അപ്പോൾ നരേന്ദ്രമോദി മുമ്പേ തന്നെ, അതായത് 2014 അധികാരം ഏറ്റെടുത്ത് അന്ന് തൊട്ട് തന്നെ ശരിക്കും ഇന്ത്യയിലെ കർഷകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതായത് അവർക്ക് വെൽഫെയർ സ്കീമിന് വേണ്ടിയിട്ട് അവരെ നിർത്തിക്കൊണ്ടുള്ള ഒരു വികസന ഇത് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ കഷ്ടത്തിലാക്കുന്ന, അവർക്ക് കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യവും 2014 തൊട്ട് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ വിഷയത്തിലും ട്രംപ് നമ്മുടെ വലിയ ഫ്രണ്ടൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ വിഷയത്തിൽ ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞങ്ങളത് അനുവദിച്ചില്ല, നിങ്ങളുടെ ജനിതക മാറ്റം വരുത്തിയ പ്രൊഡക്ട്സ് ഇവിടെ ഇറക്കാൻ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, അതായത് ഈ നേരത്തെ പറഞ്ഞില്ലേ, ട്രംപിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഒരുപാട് കോടികൾ ഇറക്കിയത് ഇവരാണ്. അപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ എവിടെയോ ഇന്ത്യൻ മാർക്കറ്റ് ഞങ്ങൾക്ക് തുറന്ന് തരാം എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി. അപ്പോൾ അതിൻ്റെ കലിപ്പ്, അതായത് വഴങ്ങുന്നില്ല, ഒരു തരത്തിലും നരേന്ദ്രമോദി സർക്കാർ വഴങ്ങുന്നില്ല. അപ്പോൾ ലൊട്ടിനൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞു, അമേരിക്ക റഷ്യയുടെ സഹായിക്കുന്നു, ആയുധ സഹകരണം നടത്തുന്നു, എണ്ണ വാങ്ങുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇന്ത്യയുടെ മേൽ വലിയൊരു പ്രഷർ ചെലുത്തുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ എന്തായാലും അമേരിക്ക പറഞ്ഞെടുത്ത് നിൽക്കും എന്നാണ് ഈ ഡൊണാൾഡ് ട്രംപും ഈ അവിടുത്തെ കോർപ്പറേറ്റ് മുതലാളിമാരും ഈ ഡീപ് സ്റ്റേറ്റൊക്കെ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾ നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടോ? അത് നരേന്ദ്രമോദി ഈ താരിഫ് വന്നതിന് ശേഷം ഈ താരിഫ് പ്രഖ്യാപിച്ചില്ല. അമേരിക്ക താരിഫ് 50%, 25% ആദ്യം താരിഫ് പറഞ്ഞത്, പിന്നെ ഇത് 50 ആക്കി. അപ്പോൾ ആ ആദ്യത്തെ പ്രഖ്യാപനം വന്നപ്പോൾ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ തുള്ളിച്ചാടി സന്തോഷവാനായിട്ട് അതെന്തോ വലിയ ലോകം കീഴടക്കി. അതായത് പാർലമെൻറ്റ് ഇലക്ഷൻ വെച്ച് പ്രധാനമന്ത്രിയാവുന്ന അതുമാതിരിയുള്ള ഒരു ഗസ്റ്ററായിരുന്നു ഈ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതീവ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. അപ്പോൾ നരേന്ദ്രമോദി തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഈ താരിഫ് യുദ്ധത്തിൽ ഞങ്ങൾ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല. പിന്നെ നരേന്ദ്രമോദി പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെയായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ താരിഫ് വിഷയത്തിൽ എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, രാജ്യത്തിനല്ല, എനിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അതായത് അമേരിക്കയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞങ്ങൾ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല. അപ്പം നരേന്ദ്രമോദിക്കും മനസ്സിലായി, നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് എന്നെ തന്നെയാണ്. അതായത് ഈ നരേന്ദ്രമോദി ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ, വേറൊരാൾ വന്നാൽ മാത്രമേ അമേരിക്കയുടെ ഇംഗിതത്തിനനുസരിച്ച് അവരുടെ റിമോട്ട് ഒരു കളിപ്പാവയായിട്ട് ഒരാൾ അവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്ക പറയുന്ന മാതിരി കാര്യങ്ങൾ നടക്കും. അപ്പോൾ അവരുടെ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ ആവശ്യമാണ്, ഇപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ കൂടെ ആവശ്യമാണ് എങ്ങനെയെങ്കിലും നരേന്ദ്രമോദിയെ മാറ്റാം. BJP ഗവൺമെൻറ്റിനെ റീപ്ലേസ് ചെയ്യുന്നതിൽ ഒരു അജണ്ട അവർക്ക് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ
നരേന്ദ്രമോദി റീപ്ലേസ് ചെയ്യുക. നരേന്ദ്രമോദി അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും കാര്യങ്ങൾ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയാണ്. വേറൊരാൾക്ക് പെട്ടെന്ന് നരേന്ദ്രമോദി പോയിട്ട് പെട്ടെന്ന് വേറൊരാൾ വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു വിൽ പവർ പെട്ടെന്ന് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ ട്രംപ് ഇവരും ഇതൊക്കെ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ നേരത്തെ ഈ 2024 ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം അന്ന് തൊട്ടാണ് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ അവർക്ക് മനസ്സിലായി 3ാം തവണ നരേന്ദ്രമോദി സർക്കാർ എന്തായാലും അധികാരത്തിൽ വരും. പക്ഷേ ഡീപ് സ്റ്റേറ്റ് ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒറ്റ ഭൂരിപക്ഷം കിട്ടാൻ പാടില്ല, ഒരു പവർ കുറഞ്ഞ ഒരു പവർലെസ് ആയ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരിക്കണം നരേന്ദ്രമോദി ഈ ടേമിൽ. അവർ ഏറെക്കുറെ അവർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ വലിയ രീതിയിൽ ജാതി കുത്തിത്തിരിപ്പുണ്ടാക്കി BJP വോട്ടിൽ വിള്ളലുണ്ടാക്കി. അപ്പോൾ ഒരു പരിധി വരെ അവർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോഴും ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കോർപ്പറേറ്റ്സ് അത്തരത്തിലുള്ള ആൾക്കാരുടെ പക്കൽ നിന്ന് വലിയ രീതിയിൽ പ്രഷറുണ്ട്. അതായത് ഇലക്ഷൻ്റെ സമയത്ത് ഫണ്ട് ഒഴുക്കിയ അവന്മാർ ഇപ്പോൾ പറയുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഞങ്ങൾക്ക് തുറന്നു തരണം, ഇല്ലെങ്കിൽ സീനാണെന്ന്. അപ്പോൾ ഈ നരേന്ദ്രമോദിനെ നെഞ്ചും പിരിച്ച് നിൽക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 37ഓളം BJP MPമാർ ഈ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീന വലയത്തിൽ പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും കോർ BJPക്കാരോ കോർ RSSക്കാരോ അല്ല. അതായത് കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ വന്നിട്ട് MPമാരായ ആൾക്കാരാണ്. അപ്പോൾ ഈ വിവരം ചോർത്തിയിരിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തന്നെയാണ്. അപ്പോൾ ഈ വാർത്തയും നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് പ്രതിരോധ മന്ത്രാലയത്തിന് ഇത് വരുമ്പോൾ ചിലപ്പം അജിത് ഡോവലൊക്കെ ആവാം. അതായത് നമ്മുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത്തരം രഹസ്യങ്ങളൊക്കെ ചോർത്തുന്നത് അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരുടെ പക്കൽ വ്യക്തമായ വിവരങ്ങൾ ഈ 37 MPമാർ ആരാണെന്ന് വലിയ രീതിയിലുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ഇവരുടെ പക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ അടുത്ത കാലത്ത് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിനെ പുറത്താക്കി. എന്താണ് റീസൺ? നമുക്ക് ഇപ്പോഴും അറിയില്ല. റീസൺ അൺനോൺ ആണ്. അത് ഇപ്പോൾ പറയുന്നത് വെച്ചാൽ BJPയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഈ ധൻഖർ നിൽക്കുന്നില്ല എന്നാണ് മാധ്യമങ്ങളൊക്കെ വന്ന വാർത്ത. പക്ഷേ അതൊന്നല്ല അതിൻ്റെ പിന്നിൽ. ധൻഖറിനെ പുറത്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി 37ഓളം MPമാർ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീന വലയത്തിലുണ്ടല്ലോ, അവർക്ക് നയിക്കുന്നത് ഈ ധൻഖർ ആണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു രഹസ്യം ചോർന്നു കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ ഈ ധൻഖറിനെ പിടിച്ച് പുറത്താക്കിയത്. ഒരു റീസൺ അൺനോൺ ആണ്. ഇപ്പോഴും അറിയില്ല എന്തുകൊണ്ട് ധൻഖറിനെ പുറത്താക്കിയെന്ന്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ 37 MPമാർ ആരാണെന്ന് കറക്റ്റ് എല്ലാം വ്യക്തമായ വിവരം നരേന്ദ്രമോദിയുടെയും BJPയുടെയും പക്കലുണ്ട്. അപ്പോൾ ഉടൻ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഷഫിൾ വരുന്നുണ്ട്. അതായത് മന്ത്രിസഭ ഒരു പുനഃസംഘടന വരുന്നുണ്ട്. ചിലപ്പോൾ ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു മന്ത്രിസഭ പുനഃസംഘടന വരും. അപ്പോൾ ആരൊക്കെ മാറ്റുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ചിലപ്പോൾ ഇവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ BJPയുടെ ചോട് നേരത്തെ പറഞ്ഞ 37 MPമാർ ചിലപ്പം അവരും കാണാം. വലിയ രീതിയിൽ ഷഫിൾ വരുന്നുണ്ട്. അപ്പോൾ BJPക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. നിതീഷ് കുമാറിൻ്റെയും മറ്റേ തെലുങ്ക് ദേശം പാർട്ടിയുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഭരിക്കുന്നത്. പക്ഷേ ഇവർ എന്ത് വിചാരിച്ചു കഴിഞ്ഞാലും ഇവിടെ ഒരു ഭരണമാറ്റം നടക്കില്ല. BJP ഇവന്മാരെക്കാട്ടും വലിയ കളികൾ പഠിച്ച ആൾ തന്നെയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് അറിയാം ഇനി 37 ആൾക്കാർ പോയി BJPന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഓൾവേസ് ഒരു ബാക്കപ്പ് ഉണ്ട്. ചിലപ്പോൾ മമതാ ബാനർജിയും DMK ഒക്കെ ഒരു ഓപ്ഷൻസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ ഡോർ എപ്പോഴും ഓൾവേസ് ഓപ്പൺ ആണ്. അപ്പോൾ രാജ്യത്ത് പല രീതിയിലുള്ള കലാപങ്ങൾ ഇവർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് ഈ രാജ്യത്ത് ഇന്ത്യ വളരെ സാമ്പത്തികമായി ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്ക പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ല ഇന്ത്യ സ്വന്തമായിട്ട് ഒരു സ്പേസ് കണ്ടെത്തുകയാണ്. അതായത് പലതരത്തിലും ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയുടെ ആയുധ പവർ എന്താണെന്നും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് എത്രത്തോളം ഹൈലി സ്ട്രൈക്ക് റേറ്റുള്ള ആയുധങ്ങൾ ഉണ്ട് എന്നും ലോകത്തിന് മനസ്സിലായി. അപ്പോൾ ആയുധ രംഗത്ത് വലിയ രീതിയിൽ ചാട്ടം നടത്താൻ ഒരുങ്ങിയാണ്. നമുക്കറിയാം ബ്രഹ്മോസ് പോലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഒരുപാട് അഗ്നി, തേജസ് അങ്ങനെയുള്ള വലിയ വലിയ മിസൈൽസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻ്റർനാഷണൽ ബുക്കിംഗ്സ് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങളും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ വാങ്ങാൻ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ സവിശേഷമായ സാഹചര്യത്തിൽ ഇന്ത്യ വലിയ രീതിയിൽ സാമ്പത്തികമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അപ്പോൾ അമേരിക്കയുടെ ഒരു ഇംഗിതത്തിനനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ പറയുക, അതിന് ഒരു വിഘാതം നിൽക്കുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദി താഴെ ഇറക്കാൻ വേണ്ടി ഒരു പല കളികൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2024 ഇലക്ഷൻ്റെ സമയത്തൊക്കെ വലിയ രീതിയിൽ ജാതി കാർഡിറക്കിയിട്ട് ഈ ഇന്ത്യയിൽ വലിയ രീതിയിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ, അത് മുമ്പ് ബ്രിട്ടീഷുകാർ പയറ്റി പൊളിഞ്ഞ് പാളീസായ ആ ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊരു ഇത് കൊണ്ടുവരാൻ നോക്കി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പരിധി വരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അതിനുശേഷം എന്താ പറയുക, ഇവിടെ ജനാധിപത്യം തകർന്നു, മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർ മാറ്റി എഴുതാൻ പോകുകയാണെന്ന രീതിയിൽ മറ്റേ രാഹുൽ ഗാന്ധി എപ്പോഴും നമ്മുടെ ഭരണഘടനയ്ക്ക് ഉയർത്തിയിട്ട് വലിയ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. പിന്നെ അതിനുശേഷം വലിയ രീതിയിലുള്ള ക്രമക്കേട് നടത്തിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തുടരുന്നു എന്ന് പറഞ്ഞു. പിന്നെ 2019 കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള കാർഷിക പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊക്കെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പരിപാടി തന്നെയാണ്. അപ്പോൾ ഒന്നും നോക്കിയിട്ടും ഒരു കാരണവശാലും ഈ നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ പറ്റുന്നില്ല. അതായത് ആദ്യം അവർ രാഹുൽ ഗാന്ധിയാണ് ഏൽപ്പിച്ചിരുന്നത്, ഈ ദൗത്യം ഏൽപ്പിച്ചത്. അത് ഇന്ത്യയിൽ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ദൗത്യം ഏൽപ്പിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലായി ഈ പൊട്ടനെ കൊണ്ട് ഒരു കാര്യം നടക്കില്ല. ഇവൻ വിചാരിച്ചാൽ BJP ആ കാലഘട്ടത്തിലാണ്, അതായത് രാഹുൽ
രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഇതിലാണ് BJP പന പോലെ വളരുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതിനുശേഷമാണ് പെട്ടെന്ന് ആം ആദ്മി ഉദയം ചെയ്യുന്നത്. അപ്പോൾ ആം ആദ്മിയുടെ അരവിന്ദ് കേജ്രിവാളിനെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് കേജ്രിവാളിനെ മുൻനിർത്തി ഇന്ത്യയിൽ പല പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്തു. എന്നിട്ടും അതും എന്താ പറയുക, വലിയ രീതിയിൽ അങ്ങ് ക്ലച്ച് പിടിച്ചില്ല. ഒന്നുകൊണ്ടും BJP തടത്താൻ നോക്കുന്നത്. ഇന്ത്യയിലെ വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി ഒന്നും വിജയിക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അടവ്, അതായത് ഈ 2025 എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, ഇന്ത്യയെ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇനി ഒരു കാരണവശാലും ഇന്ത്യയെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അതായത് ഇപ്പം തന്നെ ഇപ്പോൾ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഇവരൊക്കെ വലിയ രീതിയിലുള്ള മോദിയൊക്കെ ഇപ്പോൾ ചൈനയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കണ്ടു, അവർ ഒരുമിച്ച് കൈകെ പിടിച്ച് കെട്ടിപ്പിടിച്ച് വലിയ രീതിയിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. പുടിൻ പറയുന്നു എനിക്ക് നരേന്ദ്രമോദിയുടെ കൂടെ കാറിൽ സഞ്ചരിക്കണം. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഈ മൂന്ന് രാജ്യ ത്രിമൂർത്തികൾ എന്താ പറയുക ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജപ്പാനൊക്കെ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ചേരിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന, ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം എന്ന് ആലോചിച്ച് നോക്കുകയും, ഇവരൊക്കെ പല പല ബിസിനസ്സുകളും ലോക്കൽ കറൻസികൾ, അതായത് റുപ്പീസിലും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഡോളർ തകരുമെന്ന് വെച്ചാൽ തകരും. അപ്പോൾ ഇപ്പോഴും ഈ 2025 ഒരു ലാസ്റ്റ് ഹോപ്പ്. ഈ 2025 നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയില്ലെങ്കിൽ വലിയ രീതി ഗുരുതരമായ പ്രതിസന്ധി അമേരിക്ക പോലും ഉണ്ടാകും. എന്ന് വെച്ചാൽ ഡോളർ തകരും. ഇന്ത്യ നേരിട്ട് അമേരിക്കയെ തറക്കുന്നതല്ല. ഇന്ത്യ, റഷ്യ, ചൈന, ജപ്പാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ ഒന്നിച്ച് കഴിഞ്ഞാൽ വ്യാപാരം നമ്മുടെ ലോക്കൽ കറൻസി, അതത് രാജ്യങ്ങളിൽ ലോക്കൽ കറൻസികളിൽ നടക്കാൻ പോകും. അപ്പോൾ അങ്ങനെ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ ഡോളർ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രേഡ്, അത് ഓരോ രാജ്യങ്ങളും ലോക്കൽ കറൻസിയിൽ നടത്തി കഴിഞ്ഞാൽ ഡോളർ തകരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റും ഡൊണാൾഡ് ട്രംപും എല്ലാം ഒരുമിച്ച്, ഇപ്പോൾ നേരത്തെ ഈ ഡീപ് സ്റ്റേറ്റിനെതിരെ ഏറ്റവും കൂടുതൽ വാദിച്ചൊരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഈ ഒരു ടൈമിൽ അമേരിക്കയ്ക്ക് വേണ്ടി, അമേരിക്ക ഒരു കോമൺ ഇൻട്രസ്റ്റ് മുൻനിർത്തിയിട്ട് ഇവരെല്ലാവരും ഒന്നിച്ചിട്ടാണ് ഇപ്പോൾ മോദിയെ താഴെയൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ 37 MP ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവർക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും BJP ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. ഇനി അവരുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്കകത്ത് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ കോർ BJPക്കാരെ RSS അവർക്ക് കിട്ടില്ല. BJP പുറത്തുനിന്നും മറ്റു പാർട്ടിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇപ്പോൾ അവരെ ടാർഗറ്റ്. അപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 37 MP ഈ എന്താ പറയുക നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ ഉള്ള MP അവർ ഏത് നിമിഷവും, പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട MP ഏത് നിമിഷവും അങ്ങോട്ട് ചാടാൻ നിൽക്കുന്ന ഒരാൾക്കാരാണ്. പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് ഈ അമേരിക്കൻ ഇൻട്രസ്റ്റ് അങ്ങനെയുള്ള ഈ സ്വാധീന വലയത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് BJPയുടെ കൂടെ നിൽക്കില്ല, അപ്പുറത്തോട്ട് പോകും. അപ്പോൾ ഇവരൊക്കെയാണ് ഇങ്ങനെ BJP ചാടാൻ നിൽക്കുന്നതിലൊരു കാര്യമുണ്ട്. ശരിക്കും അവർക്ക് മനസ്സിലായി ഇത് അവസാനത്തെ അടവാണ്. ഇത് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഇന്ത്യയിലെ അമേരിക്കയിലെ ഒരു സർക്കാർ ഇവിടെ വരണം. എല്ലായിടത്തും ബംഗ്ലാദേശ്, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഇവിടെയൊക്കെ അമേരിക്കയുടെ ഒരു സമാന്തര സർക്കാരാണ് ഭരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നടക്കുന്നില്ല. ഇന്ത്യയിൽ ഇത്രയും വലിയ മാർക്കറ്റില്ല. ഇന്ത്യ സാമ്പത്തികമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മോദി പറഞ്ഞത്, ഇതിൽ ഞാൻ ബലിയാടാകും, രാജ്യം ബലിയാടാകുന്നല്ല, ഞാൻ ബലിയാടായേക്കാം, പക്ഷേ ഞാൻ കൊല്ലപ്പെട്ടാൽ പോലും അവർ ഇതിന് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗുരുതരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകും. അമേരിക്ക എന്നൊരു കുത്തക, ഒരു വൃത്തികെട്ട രാജ്യമാണ്. അതായത് നമ്മളോട് ചെയ്യുന്ന ക്രൂരതകൾ, നമ്മുടെ രാജ്യത്തോടും വരും തലമുറയോടും ഇവർ ചെയ്യുന്ന ക്രൂരതകളെ ശരിക്കും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തടയിടാൻ പറ്റും. നമ്മൾ ലോക്കൽ പ്രൊഡക്ട്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഒരു കടയിൽ പോകുമ്പോൾ എന്താ പറയണ്ടേ, ഇത് ദേശീയ പ്രൊഡക്റ്റാണോ വിദേശ പ്രൊഡക്റ്റാണോ എന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ച് നോക്കിയതാണെന്ന് നമുക്ക്. അപ്പോൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയുടെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെ പല പല സംഭവങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ചില കടകളിലൊക്കെ, പ്രത്യേകിച്ച് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് അവിടുത്തെ ഗ്രാമങ്ങളിലെയും സിറ്റിയിലൊക്കെ കടകളിലൊക്കെ ഇവിടെ ദേശീയ പ്രൊഡക്ട്സ് ലഭ്യമാണ് എന്ന തരത്തിലുള്ള ബോർഡുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ നരേന്ദ്രമോദി തന്നെ പറഞ്ഞില്ലേ, ഈ അടുത്ത കുറച്ച് നാൾ മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ സ്വദേശി പ്രൊഡക്റ്റിന് വലിയ രീതിയിൽ പ്രചാരണം കൊടുക്കണം എന്ന രീതിയിൽ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ കിറ്റക്സിൻ്റെ സാബു അമേരിക്കയിൽ നിന്ന് ഈ തീരുവയ്ക്ക് ശേഷം അവർ ഇന്ത്യയിൽ തന്നെ ബിസിനസ് അടക്കം പോകണം. അവരൊരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ഇവിടെ എറണാകുളത്തൊക്കെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 15 ലക്ഷത്തിൻ്റെ ഇതാണ് വ്യാപാരമാണ് നടന്നത് കഴിഞ്ഞ ദിവസം. ഈ സാബു തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ നടന്ന ഒരു ഇൻ്റർവ്യൂ കിറ്റക്സ് സാബു പറയുകയാണ്, ഒരു ദിവസം എറണാകുളത്തെ ഷോപ്പിൽ 15 ലക്ഷം ഇതാണ് കിട്ടിയത്. അപ്പോൾ അവർ പറയുന്നത് ശരിക്കും അമേരിക്കയിൽ കിട്ടുന്നതിനെക്കാട്ടും 10% കൂടുതലാണെന്ന്. അപ്പോൾ അവർ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ കിറ്റക്സ് സാബുവിൻ്റെ ഷോപ്പ് ഔട്ട്ലെറ്റ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ദേശീയ പ്രൊഡക്ട്സിനെ ഉത്തേജിപ്പിക്കാൻ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്കീം ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും രാജ്യം അതീവ ഗുരുതരമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. ഇത് BJP ബാധിക്കുന്ന ഒരു കാര്യമല്ല. രാജ്യത്ത് അതെന്താ നമ്മൾ വലിയ രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു 4.1 ട്രില്യൺ ഒരു എക്കണോമിയാണ് നമ്മൾ അടുത്ത ഒരു 10 ട്രില്യൺ ആകുമ്പോഴേക്ക് വലിയൊരു പവറാവും. ഈ 4.1 തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അമേരിക്ക വെല്ലുവിളിക്കുന്നില്ല, അമേരിക്കയിൽ മുന്നിൽ നെഞ്ചുമിരിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 10 ട്രില്യൺ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇത് തന്നെയാണ് അമേരിക്കയെ ഭയപ്പെടുന്നത്. അപ്പോൾ ഇപ്പം 2025 പിടിച്ചില്ലെങ്കിൽ ഇനി ഒരു കാലത്തും പിടിച്ചാൽ കിട്ടില്ല. അത് വലിയ രീതിയിലേക്ക് അമേരിക്കയ്ക്ക് പോലും
നാശമുണ്ടാക്കും. അപ്പോൾ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉപയോഗിച്ച് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഭരണത്തിലെത്താൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് പല പല രീതിയിലും ഇന്ത്യയിൽ അരാജകത്വം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നവർക്ക് നടക്കുന്നില്ല, മോദിയെ താഴെയിറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ 37 എംപിമാർ വിലക്കിടുന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഈ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ഈ വരുന്ന സെപ്റ്റംബർ ഈ മാസം മോദിക്ക് 75 വയസ്സാകും. അപ്പോൾ 75 വയസ്സായ മോദി മാറി നിൽക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മോഹൻ ഭാഗവത് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, അത് അങ്ങനത്തെ ഒരു റൂള് എവിടെയും പറഞ്ഞിട്ടില്ല. ആരാണ് പറഞ്ഞത് 75 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിക്കണം? അങ്ങനെ റൂള് BJPയിലുള്ള RSSലുള്ള BJPയുമായി ബന്ധപ്പെട്ട സംഘവുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുള്ള ഒരു ഇതിലും അത്തരത്തിലൊരു റൂളില്ല എന്ന് അത് വളരെ വ്യക്തമായി തന്നെയാണ് RSSൻ്റെ ചീഫ് മോഹൻ ഭാഗവത് പറഞ്ഞത്. അപ്പോൾ എന്ത് തന്നെയാലും അതീവ ഗുരുതരമുള്ളൊരു കാര്യമാണ്. ഇത് BJP ബാധിക്കുന്ന വിഷയമല്ല, രാജ്യത്ത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും കഴിഞ്ഞ 10-12 വർഷമായി രാജ്യത്തുണ്ടായ വികസനങ്ങളൊക്കെ എന്തെങ്കിലും കാരണവശാൽ ഒരു ചെറിയ ഇതിൻ്റെ പേരിൽ ചിലപ്പം തകർന്ന് അടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങൾ വളരെ ജാഗരൂകരായിരിക്കണം. നമ്മൾ ദേശീയ പ്രൊഡക്ട്സൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ മുഖം തിരിച്ച് നിൽക്കുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട പല പല അപ്ഡേറ്റ്സുകളും വരും ദിവസങ്ങൾ വരും. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.